കൂട്ടുകാര് വിളിക്കുന്നത്. കൂട്ടുകാര് അവർക്ക് വായി തോന്നിയതുണ്ട് പക്ഷെ ഇപ്പൊ ഒരു സ്റ്റാർഡം, ഒരു പദവി വന്നപ്പോ എന്താ ഫീൽ ചെയ്യുന്നത്? കാര്യം പുറത്തു പോകുമ്പോൾ ആൾക്കാർ തിരിച്ചറിയുന്നു, സെൽഫി എടുക്കാൻ പറ്റുന്നു. ആൾക്കാർ ഈ സീസൺ 7 ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ പോകും. ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ നമ്മൾ തനി സ്വഭാവം കാണിക്കേണ്ടി വരും. അപ്പം സമീറിന്റെ നേച്ചർ കാണിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു മിക്കവാറും അവർ എന്നെ ആദ്യത്തെ ഇതിൽ തന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് അഭിനയിക്കാൻ പോകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എവിടെ അല്ലേ അത്. എല്ലാരും കണ്ടിട്ട് എന്താ പറയുക? ഫ്രണ്ട്സെ കണ്ടിട്ട് ട്രാൻസ്ഫോർമേഷൻ എന്താ ഫീൽ ചെയ്യുന്നത്? കാര്യം നമ്മൾ അതിൽ നിന്ന് പെട്ടെന്ന് ഒരു നായക സ്ഥാനത്തേക്ക് വരുമ്പോൾ അതെന്താ ഫീൽ ചെയ്യുന്നത്? ഹലോ, ഹായ്, നമസ്കാരം. മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ചില ആൾക്കാർക്ക് ഒരു പ്രത്യേകതകളുണ്ട്. എന്ന് വെച്ചാൽ ചില അപകർഷതാബോധം. കറുപ്പ്, അയ്യോ ഞാൻ കറുപ്പാണല്ലോ എന്നുള്ളൊരു ചെറിയ വിഷമം. ചിലർക്ക് തടി കൂടിയാലുള്ള വിഷമം. പക്ഷേ ഈ തടി കൂടിയുകൊണ്ട് പ്രയോജനപ്പെട്ട സ്റ്റാറാണ് എന്നോടൊപ്പം ഉള്ളത്. ആനന്ദരാഗത്തിലെ ക്യാരക്ടർ ചെയ്യുന്ന നമ്മുടെ സ്വന്തം സമീറാണുള്ളത്. സമീറ, നമസ്കാരം. നമസ്കാരം. ഞാൻ അങ്ങനെ ഇൻട്രോട്ടുണ്ട്, കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഈ തടി ഉണ്ടായിട്ടാണ് തോന്നുന്നു ക്യാരക്ടർ കിട്ടിയത് അല്ലേ? തടി ഉണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നതിന് കാരണമായത്. എവിടെ സ്ഥലം? എവിടെയാ? ഞാൻ ഇപ്പോ കല്ലമ്പലത്താണ് താമസിക്കുന്നത്. ട്രിവാൻഡ്രം ജില്ല കല്ലമ്പലം. ട്രിവാൻഡ്രം ജില്ല കല്ലമ്പലത്താണ്. പിന്നെ ജനിച്ചതൊക്കെ കടക്കലാണ്. കടക്കല്, കൊല്ലം ജില്ല. കൊല്ലം ജില്ല കടക്കലാണ്. ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് കല്ലമ്പലത്ത്. പിന്നെ വീട്ടില് ഞാനും വാപ്പായും ഉമ്മായും മാത്രമേ ഉള്ളൂ. മൂന്നുപേരേ ഉള്ളൂ. അപ്പം സമീറ, എനിക്ക് തോന്നുന്നു സമീർ ഫസ്റ്റ് വെഞ്ചറാണ്. ഫസ്റ്റ് അല്ലേ? ന്യൂ കമറാണ്. ഹൗ ഡു ഫീൽ? കാര്യം ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വപ്ന തുല്യമായിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. മിനി സ്ക്രീനാലും വലിയ സ്ക്രീനാലും. അപ്പൊ സമീർ എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടു? ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്ലാറ്റ്ഫോമാണ്. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ വാപ്പ ഫിലിം ഫീൽഡാണ്. വാപ്പ മേക്കപ്പ് മാനാണ്. വാപ്പയുടെ പേര് സലീം കടക്കൽ. അപ്പോൾ വാപ്പ മേക്കപ്പ് മാനാണ്. പക്ഷെ ഞാൻ ഇതിനകത്തോട്ട് ഞാൻ ഇങ്ങനെ എത്തിപ്പെടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഞാൻ എൻ്റെതായിട്ടുള്ള ജോലിയും കാര്യങ്ങളും എല്ലാമായിട്ട് ഒതുങ്ങിക്കൂടി പോകുന്നതാണ്. ജോലി ചെയ്തോണ്ടിരുന്നത് ഞാൻ ഗ്രാഫിക് ഡിസൈനറാണ്. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് ഇവിടെ നിന്ന് കോൾ വന്നത്. ഈ ഉറക്കത്തിൽ നിന്ന് തട്ടിയണിച്ച് അഭിനയിക്കാൻ പോവാന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു. അങ്ങനെയാണ് ഇതിനകത്തോട്ട് വന്നത്. എക്സൈറ്റഡ് അല്ല, ടെൻഷൻ ആയിരുന്നു. എന്ന് വെച്ചാൽ ഒന്നും അറിയത്തില്ലല്ലോ, ഒന്നും അറിയില്ല. എന്താ പറയുക, റീല് പോലും എടുത്ത് പരിചയമില്ല, അതുമില്ല. അങ്ങനെ ഒന്നും അറിയാണ്ട് വന്നു. സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ നടത്തി പോയി. അപ്പോഴേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇത് കിട്ടും എന്ന് ഒരു ഇതുമില്ല. ഒരു സ്ക്രീൻ ടെസ്റ്റ് എടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു റെഡി ആയിട്ടുണ്ട്, നിനക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വീട്ടിൽ പ്രശ്നമാണ്. ഞാൻ വെറുതെ വന്നതാണ്, ഞാൻ വരുന്നില്ല, എനിക്കത് ശരിയാവില്ല എന്നുള്ള ഇതിലാണ്. വാപ്പാണോ കൊണ്ടുവന്നത്? വാപ്പയാണ് കൊണ്ടുവന്നത്. ഓഫീസിലാണോ പോയത്? സൂര്യയുടെ? അല്ല, ഇവിടെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഇവിടെ സ്ക്രീൻ ടെസ്റ്റിന് വന്നു. ഇവിടെ വന്ന് സ്ക്രീൻ ടെസ്റ്റ് നടത്തി പോയി. സ്ക്രീൻ ടെസ്റ്റ് എന്താ ചോദിച്ചേ? സ്ക്രീൻ ടെസ്റ്റ് വന്നു. എനിക്ക് താടിയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ ഡയറക്ടർ സാറ് നോക്കിയിട്ട് പറഞ്ഞു താടിയൊക്കെ കുറച്ച് കട്ട് ചെയ്ത് കളയണം. പറഞ്ഞു താടി കട്ട് ചെയ്ത് കളഞ്ഞ് കുറച്ച് ഡാർക്ക് ആക്കണമെന്ന് പറഞ്ഞു. ഡാർക്കാക്കി. പിന്നെ ഇവിടുത്തെ കോസ്റ്റ്യൂമും ആഭരണങ്ങളും എല്ലാം കൂടെ ഒക്കെ എടുത്തിട്ട് വന്ന് സെറ്റായി. എന്നിട്ട് സ്ക്രീൻ ടെസ്റ്റ് നടത്തിയതിൽ എന്താ പറയുന്നത്, ഒന്നും വരുന്നില്ല മുഖത്ത്. സംഭവം ഒന്നുമില്ല, വരുന്ന മൊത്തം ടെൻഷനാ. ടെൻഷൻ മാത്രമേ ഉള്ളൂ, എല്ലാം ടെൻഷൻ. അങ്ങനെ അന്ന് എന്തൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിട്ട് പോയി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇങ്ങനെ 3 ദിവസം കഴിഞ്ഞ് പറഞ്ഞത് ഒരു 10-12 വരെ ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം അഭിനയിക്കാൻ അറിയാവുന്നവരും ഉണ്ടായിരുന്നു. നിന്നെ വിളിച്ചിട്ടുണ്ട്, നിന്റെ ഭാഗ്യമാണ്, അതൊന്ന് നിന്റെ മുഖത്ത് കുട്ടിത്തമുണ്ട് എന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ എൻ്റെ വാപ്പായും പറഞ്ഞു ഇത് നല്ലൊരു അവസരമാണ്, നീ ഇത് പാഴാക്കരുത് എന്നുള്ള രീതിക്ക് പറഞ്ഞു. ഞാൻ എന്തെങ്കിലും വരട്ടെ എന്നും പറഞ്ഞിട്ടാണ് വന്നത്. എത്രാമത്തെ എപ്പിസോഡിലാണ് ജോയിൻ ചെയ്യുന്നത്? ഞാൻ 180ാമത്തെ എപ്പിസോഡ്. ഇപ്പം അറൗണ്ട് 300 ആയി അല്ലേ? 300ന് മുകളിലായി. അപ്പം 120+ എപ്പിസോഡ്സ് ആയി. അപ്പൊ ഈ പുറത്തൊക്കെ ഇറങ്ങുമ്പം ഈ നമ്മള് സാധാരണ പണ്ടത്തെ സമീർ അല്ല ഇപ്പൊ. സമീർ പണ്ട് കുറെ ജോലികൾ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? പലതരത്തിലുള്ള ജോലികൾ ചെയ്തിട്ടുണ്ട്. സ്റ്റിക്കേഴ്സും എന്നോട് ക്യാമറ പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ ഇപ്പൊ ഒരു സ്റ്റാർഡം, ഒരു പദവി വന്നപ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? കാര്യം പുറത്തു പോകുമ്പോൾ ആൾക്കാർ തിരിച്ചറിയുന്നു, ഇല്ല, സെൽഫി എടുക്കാൻ വരുന്നു. ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. എവിടെയെങ്കിലും പോയി നിൽക്കുന്ന നേരത്ത് ഇങ്ങനെ ആനന്ദരാഗം സീരിയലിലുള്ളതല്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷം. കാരണം എന്നെ മുമ്പ് അറിയപ്പെട്ടുകൊണ്ടിരുന്ന തടി ഉള്ളപ്പോൾ ഒരിക്കൽ കാണുമ്പോൾ അവർക്ക് പിന്നെ മനസ്സിലാകും തടിയുടെ അന്ന് കണ്ട പയ്യനല്ലേ എന്ന് മനസ്സിലാകും. ഇപ്പോൾ സീരിയലിലൂടെ കണ്ട് മനസ്സിലാക്കുന്നു നായകനല്ലേ എന്ന് ചോദിക്കുന്നല്ലേ. അത് വളരെ ആ സന്തോഷമുള്ള ട്രാൻസ്ഫോർമേഷൻ എന്താ ഫീൽ ചെയ്യുന്നത്? കാര്യം നമ്മൾ അതിൽ നിന്ന് പെട്ടെന്ന് ഒരു നായക സ്ഥാനത്തേക്ക് വരുമ്പോൾ അത് എന്താ ഫീൽ ചെയ്യുന്നത്? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ആ. ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് വളരെ സന്തോഷമാണ്. ഈ സീരിയലിലേക്ക് വന്നപ്പോൾ ആദ്യം നമ്മൾ ഫ്രെയിമിൽ വെക്കുമ്പോൾ, ആദ്യം സ്ക്രീനിൽ വരുമ്പോൾ ഒരു ക്യാമറ ഫ്രെയിമിലേക്ക് വെക്കുകയാണ്, നമ്മുടെ ഫേസിലേക്ക് വെക്കുകയാണ്. നമ്മൾ നേരത്തെ മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് അത്രയൊക്കെ ഉള്ളൂ, റീൽസ് പോലും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത് വരുമ്പോൾ ഫസ്റ്റ് ഡയലോഗ് പറയുമ്പോൾ എത്രത്തോളം ടെൻഷൻ ഉണ്ടായിരുന്നു? എത്രത്തോളം ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് ഇവിടെ നിന്നവർക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഭയങ്കര ടെൻഷനാണ്. ഇപ്പോഴും ടെൻഷൻ ഉണ്ടോ? ഇപ്പോഴും ചെറിയ ടെൻഷൻ ഉണ്ട്. കാരണം എൻ്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ ടെൻഷൻ ഉണ്ട്. സംഭവം അന്ന് ഇതേപോലെ വന്നു, ഫസ്റ്റ് നിന്നു. പിന്നെ പറയാനുള്ളത്, നമ്മുടെ ഡയറക്ടർ സാറ് സുനിൽ ദേവിക്കോട്, ക്യാമറമാൻ പുഷ്പൻ സുലേട്ടൻ നേരത്തെ വേറെ സീരിയൽ ചെയ്തോണ്ടിരുന്നതാണല്ലോ. അതെ. അപ്പോൾ സാറ്, ക്യാമറമാൻ സാറ്, അസോസിയേറ്റ് സജീവണ്, എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ആർട്ടിസ്റ്റുകൾ തന്നെ ശരൺ ചേട്ടൻ, ശരൺ ചേട്ടനും പ്രത്യേകം എടുത്തു പറയാൻ, ശരൺ ചേട്ടൻ പുള്ളി എന്താ പറയാ, നമ്മളെങ്ങനെ ഡെവലപ്പ് കൊണ്ടുപോകല്ലേ, എങ്ങനെ ചെയ്തു അതെല്ലാരും പറഞ്ഞിരുന്നൊരു കാര്യമല്ല. അതെ, അല്ല, അത് അങ്ങനെ പറഞ്ഞിരുന്നൊരു കാര്യമല്ല. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് സമീർ, ഈ ഒരു സമയത്ത് സമീറിന് ഇപ്പൊ ഇത്രയും എപ്പിസോഡ് വന്ന സമയത്ത് വേറെ സീരിയൽസിലോ അല്ലെങ്കിൽ വേറെ സിനിമാ രംഗത്തേക്കോ വല്ല കോൾ, അതായത് ഈ ഒരു നമ്മുടെ ഈ ഒരു അപ്പിയറൻസ് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, വന്നിട്ടില്ല. ഇതുവരെ വന്നിട്ടില്ല. എല്ലാവരും കണ്ടിട്ട് എന്താ പറഞ്ഞത്? ഫ്രണ്ട്സൊക്കെ കണ്ടിട്ട്? ഫ്രണ്ട്സ് അവരാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കാനായിട്ടുള്ള മെയിൻ കാരണം. ഞാനിങ്ങനെ ഒരു ഇത് വന്നപ്പോഴും ഞാൻ ആദ്യം ഫ്രണ്ട്സിൻ്റെ അടുത്താണ് പോയി ചോദിച്ചത്, എടാ ഇങ്ങനൊരു സെറ്റപ്പ് വന്നിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യണം, പോകണോ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞു നീ പോയി നോക്ക് എന്നാണ് പറഞ്ഞത്. അവരൊക്കെ സന്തോഷം. ആദ്യമായിട്ടായിരിക്കും ഒരു ആൺകുട്ടി ഒരവസരം കിട്ടിയിട്ട് പോണോ വേണ്ടെന്ന് ഡിസ്കഷൻ ചെയ്യുന്നത്. കാരണം ഞാനിത് പ്രതീക്ഷിച്ചതല്ല, അതുകൊണ്ട് ഇതായതാണ്. ഇതെങ്ങനെ വാപ്പാടത്ത് ആണോ ആദ്യം വിളിച്ചത് അതോ സമീറായിട്ട് വന്നതാണോ? അല്ല, ഇതിൽ എൻ്റെ കൂടെ ക്യാരക്ടറായിട്ട് ചെയ്യുന്ന താക്കോൽ എന്ന് പറയുന്ന സജിയണ്ണൻ. അപ്പോൾ അണ്ണൻ വാപ്പായെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വാപ്പായെ വിളിച്ച് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പറഞ്ഞത്, ഇതിനകത്ത് ആദ്യം ഉണ്ടായിരുന്ന നായകൻ പോയി. അപ്പോൾ അവർക്ക് വണ്ണമുള്ളൊരു ഒരാൾ വേണം. അപ്പോൾ വാപ്പ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ബാ പോകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എവിടെ? അല്ലേ, അത് സീരിയലിൽ അഭിനയിക്കാൻ പോകണം. ഞാൻ പറഞ്ഞു എന്ത്, എനിക്ക് അല്ല സീരിയലിൽ അഭിനയിക്കാൻ പോകണം, വേഗം പോകാന്ന് പറഞ്ഞു. പിന്നെ വീട്ടിലെ എല്ലാവരും ആദ്യമായിട്ടായിരിക്കും ഉറങ്ങിക്കിടന്ന ഒരാളെ തട്ടി ഉണർത്തിയിട്ട് സീരിയലിൽ അഭിനയിക്കാൻ പോകാന്ന് പറയുന്നത്. അതെ, അത് ഞാൻ മാത്രമേ കാണുള്ളൂ. അല്ല, ഫസ്റ്റ് ടൈം ആയിരിക്കും അത് ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ ഒരു ഇങ്ങനെയൊക്കെ ഉള്ളൊരു സ്റ്റാർഡമിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ വരും, നമ്മുടെ സമൂഹത്തിലായാലും ഒക്കെ വരും. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചുറ്റുപാടിൽ, അതായത് കെട്ടുപാട് അങ്ങനെ നമ്മളെ പിടിച്ചു കെട്ടുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടോ അഭിനയത്തിലേക്ക് വന്നതിന് ശേഷം? ഇല്ല, ഞാനിപ്പോഴും പുറത്തിറങ്ങുമ്പോഴത്തേക്കും എല്ലാം. സമീറിന്റെ വിളിപ്പേരെന്താണ് നാട്ടിലെ? സമീർ തന്നെ വിളിക്കുന്നത്. വീട്ടില് സമീർ. കൂട്ടുകാര് വിളിക്കുന്നത്? കൂട്ടുകാര് അവർക്ക് വായി തോന്നിയതുണ്ട് അതില് പിന്നെ കാര്യമൊന്നുമില്ല, എന്തും വിളിക്കും അല്ലേ? അപ്പൊ അങ്ങനെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും കൂട്ടുകാരെ വിളിച്ചൊന്ന് പറ്റിച്ചാലോ? സമീറിനെ ചീത്ത വിളിക്കാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടോ? ചീത്ത വിളിക്കാത്ത കൂട്ടുകാരുണ്ട്. ഉണ്ടോ? നമുക്ക് ആ കൂട്ടുകാരനെ വിളിച്ചിട്ട് സമീറിന് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു അമളി പറ്റി, എടാ എന്നെ ഹെൽപ്പ് ചെയ്യണം അല്ലെങ്കിൽ വരാം എന്ന് പറയുന്ന ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടോ നോക്കാം. ചങ്ക് ഫ്രണ്ട് വരാമെന്ന് പറയുന്നവരുണ്ട്. ഇപ്പൊ എല്ലാരും തിരക്കിലായിരിക്കും, അതാണ് പ്രശ്നം. ഓരോരുത്തർ എടുക്കുമോ നോക്കാം, നമുക്ക് ഓളൊന്ന് എടുക്കുമോ നോക്കാം. നമുക്ക് ഈ ഒരു സെഗ്മെന്റ് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫോൺ വിളിച്ചിട്ട് ഫോണെ ഫ്രണ്ട് ആരാണ് എടുക്കുന്നത്, ആ ആള് സമീറിന്റെ ആരെ വിളിക്കാൻ വന്നപ്പോ? ഞാൻ കൂട്ടുകാരനെ പേര് ചന്തു എന്ന് പറയും. ചന്തു നമുക്ക് വിളിക്കാം. എങ്ങനെ പറ്റിക്കാൻ പോകുന്നത്? എന്ത് പറഞ്ഞാൽ പറ്റിക്കാൻ പോകുന്നത്? സാധാരണ പോകുന്നത് ജീവിതത്തിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവരറിഞ്ഞിട്ടും അയ്യോ അടാ വേണ്ട ഇല്ലെങ്കിൽ ഞാൻ വരാം എന്ന് പറയുമ്പോൾ അത് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്താലോ? അവനിപ്പോ എനിക്ക് തോന്നുന്നു അവനിപ്പോ ജോലിക്ക് പോയി കാണും. അല്ലെങ്കിൽ സമീർ പറഞ്ഞു, ഞാൻ ഇന്നലെ ഷൂട്ട് കഴിഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ
എനിക്ക് എൻ്റെ കാലിന് എന്തോ ഒരു സംഭവം ചെറുതായിട്ട് പറ്റി, ഇനി ഇവിടെ വരെ വരാൻ പറ്റുമോ ചോദിച്ചു. ട്രിവാൻഡ്രത്താന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞു നോക്ക്. ഇൻസിഡൻറ്റ് പറ്റിയിടാ, ഒന്ന് വരാൻ പറ്റും ചോദ്യം. അപ്പോൾ എന്തോ പറയാനറിയാം. അപ്പോൾ സമീറിൻ്റെ ഫ്രണ്ടിനെ വിളിക്കുകയാണ്. ഷാരാണല്ലേ? അല്ല പേരെന്താ? ചന്തു. അനൂപിനെ വിളിക്കാം. അനൂപ് എടുക്കുന്ന നോക്കാം. ട്രിവാൻഡ്രത്ത് മൈക്കിൻ്റെ അടുത്തോട്ട് വെച്ചോളൂ. ഫ്ലോപ്പ് ആകാൻ ചാൻസ് ഉണ്ട്. സമീർ പറ്റിക്കാനാണ് മനസ്സിലാക്കണം, അതുകൊണ്ടായിരിക്കും ചന്തു എടുക്കാതെ. അടുത്ത ആരെങ്കിലും ഒരാളെ നീ എടുക്കുന്ന നോക്കാം. വെറുതെ ഇരിക്കുന്ന ഫ്രണ്ട്സ് ആരും ഇല്ല, വെറുതെ ഇരിക്കുന്നവരാരും ഇല്ല, എല്ലാവരും നോക്കാം. ആരെങ്കിലും ഉണ്ടോ? ഒരാളെ കൂടെ ട്രൈ ചെയ്യാം. ഒരാളെ കൂടെ നമുക്ക് വിളിച്ചു നോക്കാം കേട്ടോ. ബിസിയാണ്, ക്ലാസ്സിലാണ്. പുള്ളി ക്ലാസ്സിലാണ്. ഇനി ഒരാളെ ലാസ്റ്റ് ഒരാളെ കൂടെ ഞെറുക്കിടാം. ലാസ്റ്റ് ഒരാള് ഗേൾ ഫ്രണ്ട്സ് ഒന്നുമില്ല? ഗേൾ ഫ്രണ്ട്സ് ഒന്നും അല്ല, എങ്കിലും നമ്മുടെ കൂടെ പഠിച്ച അങ്ങനെ ആരെങ്കിലും? ഇല്ല, ഞാൻ എറണാകുളത്തായിരുന്നു പഠിച്ചത്. അവിടെ അല്ലേ ഗേൾ ഫ്രണ്ട്സ് വേണ്ടത്? എറണാകുളത്ത് പഠിച്ചു, പിന്നെ ഇങ്ങോട്ട് താമസം മാറിയത്, പിന്നെ ഇവിടെ ആയിരുന്നു സംഭവം. അപ്പൊ ഇഷ്ടമുള്ള ആരെങ്കിലും ഒന്നുകൂടെ വിളിച്ചു. സമീർ ആരെങ്കിലും ഒരാളെ വിളിച്ച് നോക്കാം. എടുക്കാൻ നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നോക്കാം. കോൾ ചെയ്യാം, ഒന്നുകൂടെ നോക്കാം. ഇതെങ്കിലും എടുക്കണേ. പേരെന്താ? വിഷ്ണു. എല്ലാരും പാട്ടിട്ടിരിക്കാന്നല്ലോ. എല്ലാരും ഇതിന്റെ ആൾക്കാരാണ്. ഞാൻ ഒരു മുട്ട കലിപ്പ് വണ്ടി തട്ടി എന്നെ വിടുതലെന്ന് പറഞ്ഞാൽ മതി. കേട്ടിരിക്കുന്നു. ജോലിയില്ല, എടുക്കത്തില്ല. എല്ലാരും ഓരോരോ തിരക്ക് പിടിച്ച് ജോലിയില്ല. അയാൾക്കൊക്കെ എന്താ ജോലി? ഫ്രണ്ട് ഒരാള് ഇപ്പോ കാനഡയിലോട്ട് പോകാനായിട്ട്. ആണോ? ഈ ചന്തുവിനെ ആദ്യം വിളിച്ചില്ലേ? അയാൾ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാം. വിളിക്കാം. ഒരു പ്രശ്നം നോക്കാം. എങ്ങനെ പാട്ടൊക്കെ പാട്ടൊക്കെ കിടില്ല. ഇതിന്റെയൊക്കെ മറുപടി കോൾ ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേക്ക് വിളിച്ചു കഴിഞ്ഞ് ഇന്റർവ്യൂ എല്ലാം കഴിയുമ്പോഴായിരിക്കും കട്ട് ചെയ്യാം. നമുക്കത് കുഴപ്പമില്ല. അപ്പം സമീർ, നമുക്ക് തിരിച്ചു കോൾ വരാൻ നമുക്ക് എടുക്കാം, കുഴപ്പമില്ല. ഈ നമ്മൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് വണ്ണം കൂടിപ്പോയി എന്നുള്ളത് ഒരു കിടക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ നമുക്ക് സാധാരണ ഓടാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ആ കോള് വരുന്നുണ്ട്. ആരാണ്? വിഷ്ണു. പറഞ്ഞു. വിഷ്ണു ലൗഡ് സ്പീക്കർ ഇട്ടോ. മുട്ട ഉടക്കുന്നു പറ. എവിടാ നിങ്ങള്? എവിടെ ഒരു പ്രശ്നമുണ്ടേ. ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരുമായിരുന്നു കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് എൻ്റെ വണ്ടി ഒന്ന് തട്ടി. ഇപ്പോൾ അവർ ഭയങ്കര പ്രശ്നമായിട്ട് എന്നെ പിടിച്ചു വെച്ചേക്കുക. അവർ ക്യാഷ് തന്നാലേ വിടുള്ളൂ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അത് എവിടെ ഉള്ളവരാണെന്ന് അറിയത്തില്ല. എന്നെ പിടിച്ചു വെച്ചേക്കുക, ഡ്രൈവറിനെ എന്നെ കൂടെ പിടിച്ചു വെച്ചേക്കുക. ഞാനിപ്പോൾ നമ്മുടെ കഴക്കൂട്ടത്തില്ലേ, കഴക്കൂട്ട സൈഡ് അവിടെ നിൽക്കും. ആരെങ്കിലും വന്നാലേ വിടുവോളെന്നാ പറയുന്നത്. പോലീസിനെ വിളിക്കാൻ സമ്മതിക്കുന്നില്ലടേ. ഇവര് ആകെ പ്രശ്നമായിട്ട് നിൽക്കും അവിടെ. അവന്മാര് ഒരു 6-7 പേരുണ്ട്. നമ്മുടെ കാറാണ്, നമ്മളെ കാറും വേറൊരു കാറുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളോട് തരാൻ പറ. നമുക്ക് കൂടെ നിന്ന് സംസാരിക്കാനായിട്ട് ഒരാളോ. നിങ്ങളടുത്ത് വരാൻ പറ്റുമോ? ഞാൻ ഒരു മിനിറ്റ് ഞാൻ കൊടുക്കാൻ വിളിക്കാണ്ട്. ഹലോ വിഷ്ണു, ഞാനിതുവഴി പോയപ്പോൾ എനിക്ക് സമീറിനെ അറിയാം. ഞാൻ സീരിയൽ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ കണ്ടപ്പോഴാണ് ഇങ്ങനെ വിഷയം നടക്കുന്നത്. അവന്മാർ 6-7 പേരുണ്ട്. ഇതിപ്പോൾ 6 ഭാഗത്തെ തെറ്റെന്നറിയില്ല, പക്ഷെ അവന്മാർ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ഇപ്പം ഞാനിനി പുള്ളി കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് കടയുടെ അടുത്തോട്ട് കൊണ്ടുവന്നിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ വിഷ്ണുവിന് ഇവിടെ വരാൻ പറ്റുമോ? വിഷ്ണു അടിക്കല് തൊടല്. സമീറ മാറ. അവരെ സമീറിനെ പിടിച്ച് തള്ളു. വിഷ്ണുവിന് വരാൻ പറ്റുമോ? അയ്യോ, എനിക്കത് അറിയത്തില്ല. ഞാൻ വഴിയെ വന്നിട്ട് ഒരാൾ, എൻ്റെ പേര് അനീഷ് ഖാൻ എന്നാണ്. അപ്പം ഞാൻ പോയ വഴിക്ക് എൻ്റെ വൈഫ് വണ്ടി ഇരിക്കുവോ.
അങ്ങനെ സംസാരിച്ചു. പുള്ളിയെ കണ്ടപ്പോൾ എനിക്ക് വൈഫാണ് കണ്ടത് ഇങ്ങനെ അറിയാന്നുള്ളത്. അല്ല വരാൻ പറ്റുമോ? വിഷ്ണുവിന് വരാൻ പറ്റുമോ? വരാം, ലൊക്കേഷൻ ഇട്ട് തരട്ടെ. വിഷ്ണു, ഇത് മൂവി വേൾഡിയുടെ ഒരു ഇന്റർവ്യൂ എന്ന് വിളിക്കണ്ടേ, ഒരു അനീഷ് ഖാൻ എന്നാണ്. സമയം ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുക കേട്ടോ. വിഷ്ണു ചീത്ത വിളിക്കില്ലെന്ന് ആദ്യമേ ഞാൻ ചോദിച്ചു. എൻ്റെ പേര് അനീഷ് ഖാൻ എന്നാണ് കേട്ടോ. നൈസ് ടു മീറ്റ് കേട്ടോ. താങ്ക് യു സോ മച്ച് കേട്ടോ. അതാണ് സമയം കൊടുക്കാം. ഹലോ, തെറി വിളിക്കരുത്, ഇതൊരു ഇന്റർവ്യൂ പരിപാടിയായിരുന്നു. അതാണ് എനിക്ക്, അല്ല സ്പീക്കറില്ല. അപ്പൊ ഓക്കെ, താങ്ക് യു വിഷ്ണു. വിളിക്കാം, ഞാൻ അങ്ങോട്ട് വിളിക്കാം. അപ്പം നമ്മൾ ആ ബീപ്പ് സൗണ്ട് ഇടേണ്ടി വന്നില്ല, അതിന് മുമ്പ് നമ്മൾ കട്ടായത്. കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെയുള്ള സുഹൃത്തുക്കൾ, പുള്ളി വരാൻ വില്ലിങ് ആണ്. ഇങ്ങനെയൊക്കെയുള്ള സുഹൃത്തുക്കളുണ്ടല്ലോ. അപ്പം സമയം ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഇനിയിപ്പം കൂടുതൽ ഓപ്പർച്യൂണിറ്റികൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാര്യം കണ്ടപ്പോൾ തന്നെ ഒരു ബബ്ലി ഫേസ്, അതുപോലെ ക്യൂട്ട്നെസ്, കുട്ടിത്തം ഉണ്ട്, ഇതൊക്കെയല്ലേ ഉണ്ടെന്ന് പറഞ്ഞത്. ഇതിലെങ്ങനെയുള്ള ക്യാരക്ടർ ചെയ്യുന്നത്? ബോൾഡ് ആയിട്ടുള്ളതാണോ അതോ ഇതേപോലെ? അല്ല, ഇതില് 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ഒരു, ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന, എഡ്യൂക്കേഷൻ കുറവായിട്ടുള്ള ഒരാള്, ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു പാവം, പഞ്ചപാവം, പണക്കാരനായിട്ടുള്ള പാവം. അതെ. 1500 കോടിയുടെ ആസ്തിയുള്ള, എത്ര കോടി? 1500 കോടി. 1500 കോടിയുടെ ആസ്തിയുള്ള ഒരു 3ാം ക്ലാസ് വരെ പഠിച്ചൊരു പാവം പയ്യൻ. ഇല്ല, ഇതിനകത്ത് ഞാനൊരു എപ്പിസോഡ് കണ്ടപ്പം ഇതിനകത്ത് അമ്മ കഥാപാത്രം ചെയ്യുന്ന അമ്മ പറയുന്നുണ്ട്, നീ സ്വർണ്ണം എല്ലാം ഇട്ടുണ്ടോ, നിന്നെ പെണ്ണുങ്ങൾ അങ്ങനെയെങ്കിലും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അതെന്താണ് ആ ഒരു ക്യാരക്ടറിന്റെ ഒരു കല്യാണം നടക്കാത്തൊരു, ആരും നോക്കുന്നില്ല, ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ള ഒരു ഇതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ തന്നെ പറഞ്ഞു, മോനെ വേണ്ടായിരുന്നു, അല്ല ഊരി വെച്ചോ, കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ. എനിക്ക് തോന്നുന്നു ആ നായികയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു സീരിയൽ ചെയ്തത് 2ാമത്തെ സീരിയലാന്ന് തോന്നുന്നു പുള്ളിക്കാരുടെ, അല്ലേ? തെലുങ്കോ? എവിടെ നിന്നാണ് വരുന്നത്? ഹൈദരാബാദിൽ നിന്ന് വരുന്നത്. എങ്ങനെയുണ്ട് അവരുമായിട്ടുള്ള കോമ്പിനേഷൻ? എങ്ങനെയുണ്ട്? കൊള്ളാം, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഞാൻ ആദ്യത്തെ ഒരു പുതിയൊരാളാണെന്നുള്ള ഒരു ഇതൊന്നും ആർക്കും ഇല്ല. എല്ലാവരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇനി എന്താണ് ആഗ്രഹം ഇനിയുള്ള അങ്ങോട്ടുള്ള ഇതേപോലുള്ള നല്ല ക്യാരക്ടറുകൾ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാം എന്നുള്ളൊരിതുണ്ട്. ഈ സീസൺ 7 ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ പോകും? സീസൺ 7 ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ പോവും. ഞാൻ ഒരു പ്രേക്ഷകനാണ് അതിൻ്റെ. ഞാൻ സീസൺ 1 തൊട്ട് കാണുന്ന ഒരാളാണ്. ഇപ്പോഴത്തെ കാണുന്നുണ്ടോ? 6 കാണുന്നുണ്ടോ? ഇപ്പോഴത്തെ കാണാൻ ടൈം കിട്ടുന്നില്ല, അതാണ്. ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് നൈറ്റ് റൂമിൽ പോയി കഴിഞ്ഞിട്ട്. 5നെ കുറിച്ച് എന്താ പറയാനുള്ളത്? 5നെ കുറിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ഫസ്റ്റ് ആണ്. സാബുക്കട. ഓക്കെ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതിൽ നിന്നും ഇപ്പൊ എന്തൊക്കെയാണ് അതിനകത്തൊരു ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുള്ളത്? എന്താണ് അഖിൽമാരാറ് ഈ 5ാം സീസണിൽ അഖിൽമാരാറ് പറഞ്ഞിട്ടുണ്ട് 80% വോട്ട് കിട്ടി. അത് അഖിൽമാരാറിന്റെ മാത്രം ഒരു ബിഗ് ബോസ് 5 ആയിരുന്നു എന്നുള്ളത് അഖിൽ പറഞ്ഞ് കേട്ടിട്ടില്ല, മറ്റാരൊക്കെയോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് അഖിൽമാരാറിന്റെ ബിഗ് ബോസ് ഇതായിരുന്നു. അതെ, ടാഗ് ലൈൻ അത് തന്നെ കറക്റ്റ് ആയിരുന്നു. അത് വേറെ എതിരാളികളില്ല, പുള്ളി കറക്റ്റ് ആയിരുന്നു. അഖിലെ സംസാരിക്കുമ്പോൾ കാര്യവിവരത്തോടെയും പുള്ളിക്ക് പറഞ്ഞു നിൽക്കാനുള്ള ഒരു ഇതുണ്ട്, പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പോഴത്തെ എപ്പിസോഡ് കണ്ടോ? ഇപ്പോഴത്തെ സീസൺ 6 കണ്ടോ? കണ്ടു, കുറച്ച് കണ്ടു. ടൈം കിട്ടാത്തതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഉള്ളതായിട്ട് തോന്നുന്നു, ഇല്ലാതായിട്ട് തോന്നുന്നു. കുടുംബക്കാർക്ക് ഇരുന്ന് കാണാൻ പറ്റുന്നില്ല, സ്റ്റാൻഡേർഡ് ഇല്ലായിട്ടാ തോന്നുന്നു, അല്ലേ? കാര്യം അതിനകത്ത് ചീത്ത വാക്കുകൾ ധാരാളം വരുന്നുണ്ടെന്നുള്ളൊരു ഇത് വരുന്നുണ്ട്, സംസാരത്തിൽ വരുന്നുണ്ടാണോ? സമീർ ഏത് എപ്പിസോഡാ കണ്ടേ? ഞാന് തുടക്കത്തില് ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് എന്തോ ബഹളം വഴക്കും എന്തൊക്കെ ഉണ്ടായിരുന്നു, സ്റ്റാർട്ടിങ് തൊട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ നമ്മൾ തനി സ്വഭാവം കാണിക്കേണ്ടി വരും. അപ്പം സമീറിന്റെ നേച്ചർ കാണിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു മിക്കവാറും അവർ എന്നെ ആദ്യത്തെ ഇതിൽ തന്നെ ഇറക്കി വിടാൻ ചാൻസ് ഉണ്ട്. സമീറിന്റെ ഫേസ് ഒക്കെ മാറുന്ന കേട്ടോ. കാരണം എന്ന് വെച്ചാല് ഞാൻ ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ അവരെന്തായാലും പറയും നമുക്ക് ശരിയാവൂല. ദേഷ്യം പെട്ടെന്ന് വരും ഒരു ക്യാരക്ടറാണോ? ദേഷ്യം പെട്ടെന്ന് ഷോർട്ട് ആൻഡ് ബേർഡ് ആണോ? അല്ല, എന്തെങ്കിലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ, ന്യായത്തിന് മാത്രം, അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും വളരെ സന്തോഷം. കാര്യം നിങ്ങളുടെ ഇനിയുമുള്ള അങ്ങോട്ടുള്ള ജേണിക്ക് ഈ ഒരു സൈസ് തന്നെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. കാര്യം ഇത് കുറയ്ക്കണ്ട, ഇതാണ് നല്ലത് താങ്കൾക്ക്. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് സീരിയൽ കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വെളിയിലൊക്കെ വെച്ച് കാണുമ്പോൾ വന്ന് പരിചയപ്പെടുക, ഇതൊക്കെയാണ് എനിക്ക് സന്തോഷം. അല്ല, നമുക്ക് അങ്ങോട്ടൊന്നും പറയാൻ പറ്റത്തില്ല ആനന്ദരാത്തിലെ ഹീറോ ആണെന്ന് പറയാൻ പറ്റില്ല. അത് പറ്റത്തില്ല. തീർച്ചയായിട്ടും കാണുന്ന ഒരു സമയം അടുത്തേക്ക് പോകും, അല്ലേ? ഞാനും ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകുമ്പോൾ ഇപ്പോഴും ഞാൻ ആലോചിച്ച് വെച്ചിട്ടില്ല, ഞാനിങ്ങനെ സീരിയൽ അഭിനയിക്കുന്നുണ്ട് എന്ന് ഞാൻ ഇതാക്കി വെച്ചിട്ടില്ല. ആൾക്കാരില്
കുറച്ചുപേര് കാണുമ്പോൾ വന്ന് പരിചയപ്പെടും, അപ്പോഴത്തേക്കാണ് മനസ്സിലാകുന്നത്. അതെ, എങ്ങനെയുള്ളവരാണ്, അതായത് ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് വരുന്നത്? ഏജ്ഡ് ആണോ അതോ മിഡിലാണോ? ഏജ്ഡ് മിഡിലും ഉണ്ട്, ഏജിലും ഉണ്ട്. പിന്നെ കുട്ടികൾ മെസ്സേജ് അയക്കാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾ മെസ്സേജ് അയക്കാറുണ്ട്, ചേട്ടാ ഇങ്ങനെ സീരിയൽ കണ്ടു, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കാറുണ്ട്. കുട്ടികൾ മെസ്സേജ് എന്ന് പറയുമ്പോൾ ചിരി വരുന്നില്ല, ചെറിയൊരു ബ്ലഷിംഗ് ഉണ്ടല്ലോ. കുട്ടികൾ അല്ല, ഇൻസ്റ്റയിൽ ആരെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടോ? ചേട്ടന്റെ തടി എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇഷ്ടം മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചിലർക്ക് ക്യൂട്ട്നെസ് ഇഷ്ടമാണെന്ന് പറയും. അയ്യോ, ഇതൊരു ബോഡി ഷേമിംഗ് അല്ലേ, എന്നെ ആരും കൊല്ലരുതേ. അല്ല, ചേട്ടാ വണ്ണമുള്ളത് കാണാൻ നല്ല രസമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഉണ്ട്. അപ്പോൾ ഇനിയും വരുന്ന ദിവസങ്ങൾ, വരുന്ന മാസങ്ങൾ, വരുന്ന ആഴ്ചകൾ, വരുന്ന വർഷങ്ങളിലൊക്കെ നല്ലതാവട്ടെ, ഇതൊരു നല്ല തുടക്കമാവട്ടെ എന്ന്. 2021 ജോയിൻ ചെയ്തല്ലേ? ഇനി 2026 ആകുമ്പോൾ നല്ലൊരു സിനിമ കിട്ടട്ടെ ആത്മാർത്ഥ. കാര്യം ആ സമയത്ത് ഈ സീരിയൽ നിൽക്കാൻ ചാൻസ് ഉള്ളൂ. കാര്യം ഇപ്പം നല്ല റേറ്റിംഗിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകരോട് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? പ്രേക്ഷകരോട് എനിക്ക് അങ്ങനെയൊന്നും സംസാരിക്കാൻ അറിയാത്ത ഒരാളാണ് ഞാൻ. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നമ്മുടെ മൂവി വേൾഡ് മീഡിയയുടെ എല്ലാവിധമായിട്ടുള്ള ആശംസകളും കാണും. എല്ലാം ഡു വെൽ, നല്ലതായിട്ട് വരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.